ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും വായിക്കാം. റോമൻസ് 8:32. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായിട്ട് നൽകാതിരിക്കുമോ? ദാനമായിട്ട്. ലേൺ ടു റിസീവ്, ഡോണ്ട് ട്രൈ ടു ഏൺ ഇറ്റ്. നേടിയെടുക്കാൻ ശ്രമിക്കില്ലേ? പലരും പറയാറുണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ നിന്ന് പിടിച്ചു മേടിച്ചു. യാക്കോബിനെയാണ് എക്സാമ്പിൾ പറയുന്നത്. പഴയ നിയമത്തിൽ യാക്കോബ് കർത്താവോട്ട് മൽപ്പിടിച്ചു. ഇത് പഴയ നിയമത്തിൽ. പക്ഷെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം അല്ലെ അതിനു വേണ്ടിയിട്ടൊരു മൽപ്പിടുത്തം. അതിന് കുഴപ്പമില്ല. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയേ ഞാൻ അടങ്ങത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടണ രണ്ട് കാര്യങ്ങൾ ആവശ്യമാകട്ടെ. ഞാനൊന്ന് ഡീവിയേറ്റ് ചെയ്യാം. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുന്നതും രണ്ടാണ്. ഇതൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മുടെ എല്ലാം മെമ്മറി നല്ലതായിട്ട് വീണ്ടും ഈ റീക്യാപ്പ് ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്ന ഏവർക്കും പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന് ജീസസ് ക്രൈസ്റ്റ് മരിച്ചുയർത്തതിനു ശേഷം ശിഷ്യന്മാരെ അടച്ചിട്ട് മുറിയിലിരുന്നു. കർത്താവ് മുറിക്കകത്ത് എന്നിട്ട് റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് പത്രോസിൻ്റെ മേൽ ശിഷ്യന്മാരുടെ മേൽ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ആ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ശക്തി ലഭിക്കുന്നത് വരെ ജെറുസലേം വിട്ട് പോകരുത്. അപ്പോൾ ഒരു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചെങ്കിൽ പിന്നെ ശക്തി ലഭിച്ചിരുന്ന നമ്മുടെ കോൺസെപ്റ്റിലാണ് അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് യേശു ക്രിസ്തു തന്നെ വന്നല്ലോ, ഇനിയിപ്പോൾ ഇറങ്ങി പുറപ്പെടാം ശുശ്രൂഷിക്കാം. പലർക്കും അങ്ങനെ പറ്റുന്നത്. പക്ഷെ കർത്താവ് എടുത്തു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ, എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ വിട്ടുപോലും നിങ്ങൾ കാത്തിരിക്കണം. കർത്താവിനെന്താ പറയത്തില്ല, നിങ്ങൾ 2 ദിവസം കാത്തിരിക്കുക, അല്ലെങ്കിൽ 1 ദിവസം കാത്തിരുന്നാൽ ഞാൻ തരാമെന്ന് എന്തെങ്കിലും പറഞ്ഞു ടൈം ലിമിറ്റ് വെച്ചു. എന്തിനാണെന്നറിയാം? അവരുടെ ആ ആഗ്രഹം ജെന്യുവനാണോ ഇല്ലയോ എന്നുള്ള കർത്താവിന് അറിയണം. അതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ ഈ യാക്കോബ് മൽപിടിച്ചതുപോലെ ദൈവമായിട്ട് മൽപ്പിടുത്തം നടത്തുമെന്നുള്ളത് കർത്താവിന് നോക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടുന്ന 2 കാര്യം വേണം. ഒന്ന് ഫെയ്ത്ത്, 2 ഡിസയർ, ദാഹം. ഇപ്പോൾ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് അവരവിടെ വെയിറ്റ് ചെയ്തത്. ഇനി അടുത്തറിയേണ്ട ദാഹമുണ്ടോ, അതോ ഇവരെല്ലാം 2 ദിവസം കഴിയുമ്പോൾ അടുത്ത് വിട്ടിട്ട് പോകും, ഇതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറയും പോവും. പത്രോസ് മീൻ പിടിക്കാൻ പോയത്, ആ പത്രോസിനെ പിടിച്ചാൽ പിന്നെ അകത്തിരുത്തിയത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ടോട്ടൽ ഫെയിലർ ആകട്ടെ, ടോട്ടൽ ഫെയിലർ. കാരണം നമുക്ക് ധൈര്യം കിട്ടത്തില്ല, സന്തോഷം കിട്ടത്തില്ല, സമാധാനം കിട്ടത്തില്ല, ഒരു കാര്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പും ലീഡിങ്ങും കിട്ടത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മുന്തിരി അതിൻ്റെ ആ ചെടിയോട് മരത്തോട് ചേർന്നില്ലെങ്കിൽ അതിൻ്റെ ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. എന്നിട്ടാണ് പരിശുദ്ധാത്മാവിനെ, ഇത് പറഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് തനിക്ക് പകരമായിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടെ നമുക്ക് എങ്ങനെ ഫുൾഫിൾ ആകാൻ പറ്റുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടാതെ നമുക്ക് എങ്ങനെ ആ കർത്താവ് ആഗ്രഹിക്കുന്ന പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ പറ്റുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് തരുന്നത് തൻ്റെ പുത്രനായ യേശുവിൻ്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപരാക്കാൻ വേണ്ടിയിട്ട്. അത് ശ്രദ്ധിച്ചറിയാം. ആ അഭിഷേകം കിട്ടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പത്രോസിൻ്റെ മേൽ ഊതി, ശിഷ്യന്മാരുടെ മേൽ ഊതി. അതിനുശേഷം താഴോട്ട് വൈകുമ്പോഴാണ് പത്രോസ് മടുത്തിട്ട് പറയും, ഞാൻ മീൻ പിടിക്കാൻ പോകും. പരിശുദ്ധാത്മാവിൽ ലഭിച്ചില്ലേ? പക്ഷേ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച പത്രോസ് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്തൊരു ശക്തിയായിരുന്നു, എന്തൊരു ഡെഡിക്കേഷനായിരുന്നു. ലോകത്തോടുള്ള മുഴുവൻ പിടിയും വിട്ടില്ലേ, കർത്താവിന് വേണ്ടി തന്നെ ജീവിക്കാനായിട്ട് ഇറങ്ങിയില്ലേ അപ്പോസ്തലന്മാർ മുഴുവൻ പേരും. അപ്പം ഇത് തിരിച്ചറിയും. സൗണ്ട് ഡോക്ടറിൻ കൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ. നമ്മൾ പോകുന്ന ചേർത്ത് നല്ല സൗണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് സമാധാനിച്ചിരിക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ ഈ സൗണ്ട് ഡോക്ടറിൻ നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റഡ് ആകത്തില്ല. പലർക്കും നല്ല ഡോക്ടറിൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ അവരുടെ ജീവിതം നോക്ക്. ഒരിക്കലും ഇത് എന്താ പറയുക, ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനോട് വരത്തില്ല. അപ്പോൾ സൗണ്ട് ഡോക്ടർ കൊണ്ട് മാത്രം കാര്യമില്ല, പരിശുദ്ധാത്മാവിൻ്റെ വിഷയം കൊണ്ട് മാത്രം കാര്യമില്ല. രണ്ടും വേണം. ദൈവവചനം വേണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വേണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൗണ്ട് ഡോക്ടറിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ.
അതാ വചനം പറയുന്നത്, ആഗ്രഹം തരുന്നതും ശക്തി തരുന്നതും പരിശുദ്ധാത്മാവ്. നന്നായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നു. ആഗ്രഹം കാര്യമുണ്ടോ? എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അത് ചെയ്യാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരും. എന്തിനാ? ഡിനൈ യുവർ സെൽഫ്. ദൈവ ഇഷ്ടത്തിനെതിരായിട്ട് എൻ്റെ ഇഷ്ടം കയറി നിൽക്കുകയാണെങ്കിൽ അതിനെ വേണ്ടെന്ന് വെക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരും. പക്ഷേ ആഗ്രഹിക്കുന്നവർ, അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അഭിഷേകത്താൽ നിറയണം. ഒന്നുമല്ല, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ അങ്ങയുടെ അഭിഷേകം കൂടാതെ എനിക്കൊരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകാൻ വയ്യ, എന്നെ നിറയ്ക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കും. അതായത് മരുഭൂമിയിൽ കൂടെ ദിവസങ്ങളോളം നടന്നു വളഞ്ഞ ഒരാൾ അവരൊരു വെള്ളച്ചാട്ടം കാണുമെന്ന് വിചാരിക്കും. ഒരു 3-4 ദിവസം വെള്ളമില്ലാതെ ആലഞ്ഞ് തിരിഞ്ഞ് ക്ഷീണിച്ച് ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഒരു വെള്ളച്ചാട്ടം കാണുന്നത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് തന്നെ നല്ല സ്ട്രീറ്റ് ഫുഡ്സ്, നല്ല അടിപൊളി സാൻഡ്വിച്ചും ബർഗറും എല്ലാം വെച്ചിട്ടുണ്ടെന്ന്. ഈ വരുന്ന ആൾ ആദ്യം പോയി ബർഗർ കഴിക്കുക, വെള്ളം കുടിക്കുക. ഒറ്റയോട്ടമായിരിക്കും, വെള്ളച്ചാട്ടത്തിലോട്ട് പോയി അങ്ങ് ചാടുകയായിരിക്കും. അത് അതിനകത്ത് കുളിക്കുകയും കുടിക്കുകയും എന്താ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. അതേ ഒരു തീവ്രമായ ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയാൻ. ഫോക്കസ് കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് അത് കൂടാതെ പറ്റത്തില്ല, അതുപോലൊരു ദാഹം വരട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അതേസമയം ദാഹമില്ലാത്തൊരു മനുഷ്യനാണെങ്കിലോ അവരിങ്ങനെ സ്ട്രോയൊക്കെ ഇട്ട് പതുക്കെ ഇങ്ങനെ, അതല്ല ദാഹം. അല്ല, ദാഹിക്കാത്തൊരു മനുഷ്യൻ അവിടെയുള്ള ബർഗർ കഴിച്ചേക്കാന്ന് വിചാരിക്കും. കാരണം അവരുടെ ഫോക്കസ് അതിൽ നിന്ന് മാറി. അപ്പോൾ തിരിച്ചറിയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതാണ് നമ്മളെ മാറ്റുന്നത്. കർത്താവിന് പ്രസാദകരമായ ജീവിതം നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അല്ല സൗണ്ട് ഡോക്ടർ മാത്രമല്ല. കർത്താവ് അനുഗ്രഹിക്കും.